श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयद्रूपकथामख्यं ददाति सुपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश श्रीरूपं सागरजातं सहगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं भजनसहितं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखानितांश्च हे कृष्ण करुणा सिंधो दीनबंधु जगतपते गोपेश गोपिका कांत राधा कांत नमोस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः वदानां पावनेभ्यो वैष्णवेभ्यो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദരേ. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഏവർക്കും ഈ സായാഹ്ന മഹാഭാരത ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു നിർത്തിയത് ഭീഷ്മാചാര്യർ വെറും ദ്രോണ ആചാര്യനായിട്ട് കൗരവ രാജകുമാരന്മാരുടെ ഗുരുവായിട്ട് അവരോധിക്കാം. അന്ന് കാലത്ത് ഗുരുകുലത്തിലാക്കുക പറഞ്ഞാല് അവരവരുടെ ഓരോ കുട്ടികളുടെയും അഭിരുചി മനസ്സിലാക്കി അവർക്ക് വേണ്ട തരത്തിലുള്ള എന്താ പറയാ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും നൽകിയാണ് വളർത്തുന്നത്. അപ്പോൾ ക്ഷത്രിയകുമാരന്മാർക്ക് പ്രത്യേകിച്ചും ആയോധന വിദ്യ അതൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോ അന്ന് മുതൽ ദ്രോണാചാര്യർ ഇവരുടെ ആത്മീയ ഗുരു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയാണ് ഗുരുകുലങ്ങളിൽ സാധാരണ ആത്മീയ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുക. ഒരു ആത്മീയ ഗുരുവായിട്ടും വെറും ആയോധന വിദ്യ പഠിപ്പിക്കുന്ന ഗുരുവല്ല, ഒരു ആത്മീയ ഗുരുവായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ദ്രോണൻ, കാരണം അത് ബ്രാഹ്മണനും കൂടെയാണല്ലോ, ഇപ്പൊ വേദശാസ്ത്രങ്ങളിലൊക്കെ അറിവും പാണ്ഡിത്യമൊക്കെ ഉള്ള ആള് തന്നെ ആയിരിക്കും. അതിന്റെ കൂടെ ഈ ആയോധന വിദ്യകളിലും പ്രാവീണ്യം ഉണ്ടെന്ന് മാത്രം. അപ്പോ അന്ന് മുതൽ ദ്രോണാചാര്യര് കുരുവംശ രാജകുമാരന്മാരുടെ അധ്യയനം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ എന്താ പറയാ വിദ്യാഭ്യാസം അങ്ങനെ ആരംഭിക്കുന്നു. രാജകുമാരന്മാരങ്ങനെ വിദ്യകള് പലതരത്തിലുള്ള സ്പെഷ്യൽ പ്രത്യേക തരത്തിലുള്ള വിദ്യകളൊക്കെ കരസ്ഥമാക്കുകയാണ്, സ്വായത്തമാക്കുകയാണ്. അപ്പോ ഈ കൗരവകുമാരന്മാര് എന്ന് പറയുമ്പോൾ പാണ്ഡവരും ധൃതരാഷ്ട്രപുത്രന്മാരും പാണ്ഡവരും മക്കളും കൂടാതെ അവിടെ മറ്റ് പല ദേശങ്ങളിൽ നിന്നുള്ള രാജകുമാരന്മാരും ക്ഷത്രിയകുമാരന്മാരും ഒക്കെ അവിടെ വിദ്യ നേടാനായിട്ട് എത്തുന്നുണ്ടായിരുന്നു. കാരണം ദ്രോണാചാര്യരുടെ ഖ്യാതി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സാഹചര്യത്തില് അവിടെ ഒരാളൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ പുത്രൻ, സ്വന്തം പുത്രനായിട്ടുള്ള അശ്വത്ഥമാവും കൂടെ ഇവരുടെ കൂടെ പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി. അതില് അർജുനനോടാണ് ദ്രോണാചാര്യർ കുറച്ച് കൂടുതൽ ഒരു ശിഷ്യന്മാരിൽ വെച്ചിട്ട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും സ്വതവേ ഉണ്ടായിരുന്നത്. അദ്ദേഹം അസ്ത്രവിദ്യയില് വളരെയധികം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുകയാണ് അർജുനൻ, മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ. അങ്ങനെ എങ്കിൽ പോലും നമ്മളീ പറയില്ലേ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയും പോലെ സ്വന്തം പുത്രനോടും പ്രത്യേക തരത്തിലൊരു വാത്സല്യം അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലെ. സ്വന്തം പുത്രൻ കുറച്ചുകൂടെ നന്നായിട്ട് വരണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം, സ്വാർത്ഥ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യത്തില് ഈ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഗുരുകുലത്തിൽ നമുക്കറിയാലോ, ഗുരുവിന്റെ ആശ്രമത്തില് പല സേവനങ്ങളും ഈ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ കുട്ടികളെ വെള്ളം കോരാനായിട്ട് അയക്കാറുണ്ട്. വെള്ളം കോരാൻ പറഞ്ഞയക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ എല്ലാ ഈ രാജകുമാരന്മാർക്കും വളരെ ഇടുങ്ങിയ അല്ലെങ്കിൽ വളരെ ചെറിയൊരു വായ്വട്ടമുള്ള ഒരു പാത്രമാണ് കൊടുത്തേക്കാറ്. കലങ്ങളോ അല്ലെങ്കിൽ എന്തായാലും വട്ടവോ എന്തായാലും വെള്ളം എടുക്കാനുള്ള പാത്രം കൊടുത്തേക്കും. സ്വന്തം പുത്രനായിട്ടുള്ള അശ്വത്ഥമാവിന് മാത്രം വലിയ വായ്വട്ടമുള്ള പാത്രം കൊടുത്തേക്കും. കാരണം സ്വന്തം പുത്രൻ എത്രയും വേഗം ജലം നിറച്ച് തിരിച്ചെത്തണം. ചെറിയ വായ്വട്ടാകുമ്പോൾ
വെള്ളം നിറയ്ക്കാൻ സമയം എടുക്കും, കുറച്ച് കൂടുതൽ എടുക്കും. അപ്പോ സ്വന്തം പുത്രൻ എത്രയും വേഗം തിരിച്ചെത്തുന്ന സമയം കൊണ്ട്, കാരണം ഗുരുകുലത്തിനാണല്ലോ കുട്ടികൾ താമസിക്കുക, അപ്പൊ സ്വന്തം പുത്രന് പ്രത്യേകമായിട്ടൊരു കെയർ കൊടുക്കാൻ ഇതിന് സാഹചര്യം ഇല്ല. അപ്പൊ ഇങ്ങനൊരു ഒരു ഉപാധി കണ്ടെത്തി ഈ ചെറിയ പാത്രം, വായുവായിട്ടുള്ള പാത്രം കൊടുത്തയച്ചിട്ട് ആ കിട്ടുന്ന ഒരു, അല്ല നമുക്കറിയാം അതേ സമയമല്ലോ, വളരെ കുറച്ച് സമയമായിരിക്കും കിട്ടാം അങ്ങനെ കിട്ടുമ്പോ. അപ്പൊ ആദ്യം അശ്വത്ഥമാവത്ത് ആ കിട്ടുന്ന ഗ്യാപ്പിൽ അദ്ദേഹം സ്വന്തം പുത്രന് വിശേഷമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കും. അങ്ങനെ സ്ഥിരം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അർജുനത് അങ്ങനെ കണ്ടുപിടിച്ചു, മനസ്സിലായി. അതിനുശേഷം അർജുൻ എന്ത് ചെയ്തു, വരണാസ്ത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്റെ പാത്രം നിറച്ച് അശ്വത്ഥാമ എത്തുമ്പോൾ തന്നെ കൂടെ എത്താറ്. അപ്പൊ ഈ ഗുരു സ്വന്തം പുത്രന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അറിവ് അർജുനനും പറഞ്ഞു കൊടുക്കാൻ നിർബന്ധിതനായി. കാരണം പറഞ്ഞു കൊടുക്കാൻ സ്വന്തം പുത്രന് ആ അറിവ് കൊടുക്കാൻ പറ്റില്ല, വേറെ സാഹചര്യമൊന്നുമില്ല. അദ്ദേഹം ചിന്തിക്കുന്നതായി കുട്ടികൾക്ക് വേറൊരു ഗുരു ഇങ്ങനെ പാർഷ്യാലിറ്റി ഒരു പക്ഷഭേദം ഉള്ളത് കുട്ടികൾക്ക് അറിഞ്ഞാൽ ഒരു മോശമല്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അർജുനൻ ഈ വിശേഷപ്പെട്ട അറിവുകളൊക്കെ ചിലപ്പോൾ അങ്ങനെയല്ലേ, ചില ഗുരുക്കന്മാർ അങ്ങനെയാണ് അല്ലെ. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ആദ്യത്തെ ഗുരു അല്ല, മറ്റു വിദ്യകൾ പഠിക്കുമ്പോൾ സ്കൂളിൽ തന്നെ ആയാലും നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചറിന്റെ പെറ്റ് അല്ലെ, ക്ലാസ് ടീച്ചറിന്റെ പെറ്റ് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സബ്ജക്ട് നല്ല പഠിക്കുന്ന കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പ്രത്യേക കുട്ടികളോട് ചില ടീച്ചർമാർ ചില പ്രത്യേക വാത്സല്യം കാണിക്കണം, പലപ്പോഴും കാണാൻ പറ്റും. അത് അതുപോലെ അത് അന്നുകൊണ്ട് എന്നുകൊണ്ട് ബാക്കിയുള്ളവർക്കും ദയവായി മ്യൂട്ട് ചെയ്യാമോ? വരും ചിലപ്പോ. വെയിറ്റ് ചെയ്യാൻ വേണ്ടി അണ്ടർസ്റ്റാൻഡ് ഞാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചതാ. ഓ നിങ്ങൾ എന്നെ എല്ലാത്തുക്കും ചൊല്ലുവാളെ ചാർജ് ഇല്ല എന്നാ ഞാൻ ഇപ്പൊ പിന്നെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഈ വ്യത്യസ്തമായിട്ടുള്ള വിദ്യകൾ രണ്ടുപേർക്കും കിട്ടി. അങ്ങനെ ഈ ശിഷ്യന്മാരിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നവരായിട്ട് അശ്വത്ഥമാവും അർജുനനും മാറുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുനൻ കുറച്ചുകൂടെ ഒരു സ്മാർട്ട് സ്റ്റുഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ സാഹചര്യത്തിൽ അങ്ങനെ കാലങ്ങൾ കടന്നു പോക്കുന്ന സമയത്ത് ഈ ഗുരു ശിഷ്യന്മാരെ ഇവിടെ പല രാജ്യത്തിൽ, അതായത് സൂതൻ, കർണനൊക്കെ വരുന്നുണ്ടോ പഠിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഗുരുകുലത്തിൽ. അങ്ങനെ പല യദുവീരന്മാരും ഒക്കെ അവിടെ പഠിച്ചവരാണ്, അവിടെ പഠിക്കാൻ എത്തുന്നുണ്ട് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ. ഈ കുരു രാജകുമാരന്മാരുടെ കൂടെ അങ്ങനെ പല ദേശത്ത്, ഞാൻ പറഞ്ഞു പല ദേശത്തു നിന്നും പല ആൾക്കാർ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനത്തെ പിന്നീട് ഭാവിയിൽ അറിയപ്പെടുന്ന പല വില്ലാളി വീരന്മാരും യോദ്ധാക്കളും ഒക്കെ അവിടെ അപ്പൊ പഠിക്കാൻ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സാഹചര്യത്തില് ഇദ്ദേഹം ശിഷ്യന്മാരെയും കൊണ്ട് നമ്മൾ പോകാറില്ല, തീർത്ഥയാത്രയ്ക്ക് പോകാറുണ്ട് അല്ലെ. അന്നും ആ ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ദ്രോണാചാര്യര് ശിഷ്യന്മാരെ ഗംഗയിലേക്ക് സ്നാനത്തിന് കൊണ്ടുപോകുന്ന സമയത്ത്, തീർത്ഥാടനത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് യാദൃച്ഛികമായിട്ട് ഗുരുവിന്റെ തൊടയിൽ ഒരു മുതല കടിക്കും. പക്ഷെ ദ്രോണാചാര്യ വിചാരിച്ചാൽ അത് വളരെ നിസ്സാരമായിട്ട് അതൊന്ന് പുറത്തു വരാൻ പറ്റുമായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരു നിസ്സഹായനെ പോലെ ശിഷ്യന്മാരെ വിളിക്കുകയാണ് രക്ഷിക്കാനായിട്ട്. അങ്ങനെ ഓടി വന്ന രാജകുമാരന്മാരെല്ലാം ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുന്ന സമയത്ത് അർജുനൻ മാത്രം മുമ്പോട്ട് വന്ന് സ്വന്തം വില്ലും അമ്പും വില്ലും എടുത്ത് ഒരു 5 അമ്പ് കൊണ്ട് ഈ മുതലെ കൊല്ലുകയാണ്. ഇത് കണ്ടപ്പോ ഗുരുവിന് അത്യന്തം വാത്സല്യം സ്നേഹമൊക്കെ കൂടി അർജുനനോട്. അതിനുശേഷം അർജുനോട് കുറച്ച് കൂടുതൽ, നേരത്തെ സ്നേഹം കൂടുതലാണ്, അതിനുശേഷം കുറച്ച് കൂടുതലായിട്ട് സ്നേഹം കൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആചാര്യൻ ഈ അവിടുത്തെ പാചകക്കാരനോട് അല്ലെങ്കിൽ എന്താ പറയുക ആഹാരം കൊടുക്കുന്ന ആളോട് പറഞ്ഞിട്ടുണ്ട്, ഈ അർജുനന്
ഇരട്ടത്ത് ആഹാരം കൊടുക്കേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഫോളോ ചെയ്ത സമയത്ത് ഒരു അന്തിമയങ്ങിയ സമയത്ത് അർജുനൻ ഇങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ കാറ്റ് വന്ന് അവിടുന്ന് വിളക്കെല്ലാം അണഞ്ഞു. എന്നിട്ടും നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇരുട്ടത്താണ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ലൈറ്റ് ഇടാതെ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ വെച്ച് നമുക്ക് ഒരു സ്ഥിരം ചെയ്യുന്ന കാര്യം നമുക്കൊരു ഊഹം വെച്ച് ചെയ്യാൻ പറ്റും. അർജുനൻ അങ്ങനെ സ്ഥിരം ചെയ്യുന്ന കാര്യം അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഴിച്ച പെട്ടെന്നൊരു അർജുനന് പെട്ടെന്നൊരു ചിന്ത, എനിക്ക് എന്തുകൊണ്ട് ഇരുട്ടത്ത് അല്ലെങ്കിൽ ദൃശ്യം കാണാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് അമ്പയിക്കാനുള്ള പ്രാക്ടീസ് തുടങ്ങിക്കൂടാ എന്നൊരു ചിന്ത. അങ്ങനെ രാത്രി ആയപ്പോ ഇരുട്ടത്ത് അങ്ങനെയുള്ള സ്ട്രീറ്റ് ലൈറ്റും ഒന്നും ഇല്ലല്ലോ അന്ന് കാലത്ത്, എല്ലാ വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോ ആ സമയത്ത് അർജുനൻ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെ ആചാര്യൻ രാത്രി ഇതിന്റെ ഞാണൊലി കേൾക്കാണ്. ഞാണിന്റെ ശബ്ദം വില്ലിന്റെ ഞാണൊലി കേട്ട് വന്ന് നോക്കുമ്പോൾ ശിഷ്യൻ രാത്രിയിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. ഇത് കണ്ട് വളരെയധികം ആ വാത്സല്യം വീണ്ടും കൂടി. സിന്ധുദേവി ആരാണ് വെയിറ്റ് ചെയ്യാമോ? ഹരേ കൃഷ്ണ പ്ലീസ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഇരട്ടത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കണ്ട അർജുനെ കണ്ട ഗുരു വളരെയധികം സന്തുഷ്ടനായിട്ട് ഇതിനെ ആലിംഗനം ചെയ്ത് മൂർധാവൽ നുകരുകയാണ്. ഇത്രയും ഒരു ഇങ്ങനത്തെ ശിഷ്യന്മാരാണ് ഗുരുക്കന്മാർ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുക. ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ച് ലക്ഷ്യം നേടാനായിട്ട് അത്യന്തം പ്രയത്നം ചെയ്യുന്ന നമുക്കും ഇതൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കാം നമുക്കത്. കാരണം നമ്മളും ഈ പ്രാക്ടീസ് ജീവിതത്തിൽ ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ? ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിലും ഇരുട്ടും വെളിച്ചവും ദുഃഖവും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊന്നും നമ്മൾ തളരാതെ വീണു പോവാതെ വളരെ ഏകാഗ്രചിത്തരായിട്ട് നമ്മുടെ ഭക്തി, നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർക്കും നമ്മുടെ പൂർവ്വാചാര്യന്മാർക്കും നമ്മൾ പ്രത്യേക കൃപയും അനുഗ്രഹവും നമുക്ക് പ്രത്യേകിച്ച് കിട്ടും. നമ്മൾ അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കണം. അങ്ങനെയുള്ള ശിഷ്യന്മാരെ ഗുരുക്കന്മാർക്ക് വളരെ പ്രിയപ്പെട്ടവരായിട്ട് മാറും. അങ്ങനെ അത് കഴിഞ്ഞു. ആ സമയത്ത് അർജുനന് ദ്രോണാചാര്യർ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വില്ലാളിവീരനാക്കി മാറ്റും എന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ കടന്ന് കുറച്ച് കഴിഞ്ഞു പോയപ്പോ ഒരു ദിവസം ഈ കുമാരന്മാരെല്ലാം ഗുരുവിന്റെ അനുവാദത്തോടു കൂടി വനത്തുള്ളിലേക്ക് നായാട്ടിനും അങ്ങനെയുള്ള വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ കുറച്ചിങ്ങനെ എല്ലായിടത്തും അവരിങ്ങനെ നടന്ന് കണ്ട് അല്ലെങ്കിൽ ചുറ്റിത്തിരിക്കുന്ന സമയത്ത് ഇവര് നായാട്ടിന് മുമ്പ് രാജാക്കന്മാരും ഒക്കെ നായ്ക്കളെ കൊണ്ടുപോകാറുണ്ട്, അല്ലെ? നായാട്ട് എന്ന് പറഞ്ഞാൽ അതിനാണ് നായാട്ട്, അല്ലെ? നായ ഉപയോഗിച്ച് ചെയ്യുന്ന വേട്ടയാണ്, നായയുടെ സഹായത്തോടെ നടത്തുന്ന വേട്ടയാണ് നായാട്ട് എന്ന് പറയപ്പെടുന്നത്. അപ്പോ വേട്ടനായ്ക്കൾ പ്രത്യേകതരം നായ്ക്കളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോഴും അറിയാമല്ലോ, ഈ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു വേട്ടനായി ഇങ്ങനെ എത്തിപ്പെടുന്ന ഒരു പ്രാകൃത വേഷം ധരിച്ച ഒരു യുവാവിന്റെ അടുത്ത് എത്തിച്ചേരും. മരവുരിയും അല്ലെങ്കിൽ ജടാഭാരവും ഒരു ഇരുണ്ട രൂപമൊക്കെ ആയിട്ട് ഒരു കണ്ടാൽ തന്നെ ഭയം ഉളവാകുന്ന ഒരു രൂപത്തിന് അടുത്തെത്തുമ്പോൾ ഒരു മനുഷ്യനാണ്. അതിനെ കണ്ട് പേടിച്ച് അല്ലെങ്കിൽ പരിഭ്രാന്തനായിട്ട് ഈ നായ തുടർച്ചയായിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട് ശല്യം ആയപ്പോ ആ യുവാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാല് തുരുതിരെ ഒരു 7 അമ്പ് അയച്ച് ഈ തുറന്ന വായ അടയ്ക്കുന്ന മുമ്പായിട്ട് 7 അമ്പ് അയച്ചു. അങ്ങനെ വായ പിന്നെ അങ്ങനെ സ്റ്റക്കായി. അപ്പൊ ഇതും കൊണ്ട് ഈ നായ ഓടി അതിന്റെ യജമാനന്മാരുടെ അടുത്തേക്ക് പോവാണ്. യജമാനന്മാരാരാണ്? ഈ കൗരവ കുമാരന്മാർ, അതായത് ഈ പാണ്ഡവരും കൗരവരും. കൗരവർ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരുമിച്ച് തന്നെയാണല്ലോ അവർ. അപ്പൊ
കുരുവംശത്തിലാണ് പാണ്ഡവരും കൗരവരും കുരുവംശത്തില് എന്താ പറയുക പിൻതലമുറക്കാർ തന്നെയാണ്. അപ്പോൾ ഈ കുരുവംശ രാജകുമാരന്മാരുടെ അടുത്തെത്തുകയും ഇവരെന്താണ് അന്വേഷിച്ചതിന്റെ പുറകെ ഈ ചോരത്തുള്ളികളൊക്കെ നോക്കിയിട്ട് പട്ടി വന്ന വഴിയൊക്കെ നോക്കിയിട്ട് പോകുമ്പോൾ അവിടെ ഒരു നിഷാദൻ അറിയാലോ, കാട്ടാളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, നീ എന്താ കാട്ടാളനാണ് ചോദിക്കാറില്ല നമ്മൾ. കാട്ടാളൻ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേകിച്ച് അവർക്ക് കുറച്ച് ധർമ്മങ്ങളോ അല്ലെങ്കിൽ പാലിക്കേണ്ട നീതികളോ ഒന്നും ഇല്ലാത്ത തരം ആൾക്കാരെ നിഷാദന്മാർ നമ്മൾ പറയാം. നമ്മളിന്ന് ആര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ വൈദിക സംസ്കാരത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന പല അധർമ്മങ്ങൾ ചിന്തകളുണ്ടല്ലോ, അതൊന്നും ഇല്ല അവർക്ക്. അവർക്ക് എന്തും ചെയ്യാം, ഏതിനെയും കൊല്ലാം, അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു കൂട്ടം ആൾക്കാരെ അവരാണ് നിഷാദന്മാർ എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ജാതിയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞായിട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഒരു നിയമം അനുസരിക്കാതെ ജീവിക്കുന്ന കുറെ ആൾക്കാർ അല്ല. നമുക്ക് നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ അധർമ്മങ്ങളുണ്ടല്ലേ, അങ്ങനെ കുറെ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക്. പക്ഷെ അതിനെതിരായിട്ട് ജീവിക്കുന്ന ആൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ വേഷത്തെ തന്നെ മനസ്സിലാക്കാം. ഒരു മലിന വേഷം ആയിട്ടുള്ള ഒരു ആളെ കണ്ടുമുട്ടും. അയാൾ ചോദിക്കും, എന്തിനാണ് ഞങ്ങളുടെ നായെ ഇതിന് ശരിക്കും അതിലുപരി ഇവർക്ക് നായെ ഉപദ്രവിച്ചതിലുപരി ഇവർക്ക് അതിശയമാണ്. ഇങ്ങനെ അതായത് വായ തുറന്നു വെച്ച് തന്നെ ഇരിക്കുമ്പോൾ തന്നെ 7 അമ്പുകൾ അതിന്റെ വായിക്കെത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ നായ അടയ്ക്കും മുമ്പായിട്ടാണ് 7 അമ്പും തുരുതുരെ പോയി. അത് നിമിഷങ്ങൾക്കൊക്കെ വേണം, സെക്കൻഡുകൾക്കൊക്കെ വേണം അത് സംഭവിച്ചിരിക്കുന്നത്. താങ്കൾ ആരാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ പറയും, ഞാൻ നിഷാദ രാജാവായിട്ടുള്ള ഹിരണ്യധനുസിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. പേര് ഏകലവ്യൻ. മാത്രമല്ല ഞാൻ ദ്രോണാചാര്യ ശിഷ്യനും കൂടെയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അർജുനന് ഒട്ടും സഹിക്കാൻ വയ്യ. കാരണം ഗുരു വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെ, ഞാൻ നിന്നെ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിക്കാരനാക്കാം. അപ്പൊ അതിലും വലിയൊരു കഴിവ് കാണിച്ചിരിക്കുന്ന ഒരു ആളെ, ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഇതിന് സാധാരണ അങ്ങനെ കുട്ടിയൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. 2 മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടിയെ കാണുമ്പോൾ കുറച്ചൊന്ന്, അല്ല 1 മാർക്ക് 1/2 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു പ്രത്യേക അങ്ങോട്ട് കുട്ടിക്കാലുള്ള അസൂയയും കുശുമ്പും ഒക്കെ അന്ന് കാലത്തും ഉണ്ടായിരുന്നു. പിന്നെ വലുതാകുമ്പോൾ അത് വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ആ അസൂയയും കുശുമ്പിന്റെയും ഡിഗ്രി അളവ് കൂടി വേറെ ലെവലിലേക്ക് എത്തി. നമുക്ക് കാണാം പല കൊലപാതകങ്ങളും വരെ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്ന, ന്യൂസിലൊക്കെ കാണുന്നത് അത് തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടിക്കാലത്തെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഇങ്ങനത്തെ പ്രവണതകളാണ് പിന്നീട് വലുതാകുമ്പോഴും അത് ഇരട്ടിച്ച് അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് മാറി പല ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നത്. അപ്പൊ അർജുനാണെങ്കിൽ സഹിക്കാൻ വയ്യ. അർജുനാണെങ്കിൽ ഇവരെല്ലാം കൂടെ തിരിച്ചു വീണ്ടും ഹസ്തിനാപുരത്തേക്ക് പോയി ഗുരുവിനെ കാണും. കണ്ടിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കും. ദ്രോണാചാര്യൊക്കെ സംശയം, യഥാർത്ഥ എന്റെ ശിഷ്യൻ, എനിക്കങ്ങനെ ശിഷ്യൻ ഇല്ലല്ലോ, അങ്ങനെ ശിഷ്യൻ ഇല്ല തരത്തില്. ഇതിനു മുമ്പ് ഒരിക്കല് ഒരു നിഷാദ രാജകുമാരൻ ഇദ്ദേഹത്തിന് സമീപിച്ചിരുന്നു, വിദ്യ അഭ്യസിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ നിഷാദനായത് കാരണം തന്നെ അദ്ദേഹം അതിന് സ്വീകരിച്ചില്ല ശിഷ്യനായിട്ട്. കാരണം നമുക്കറിയാമല്ലോ, നമ്മളൊരു വിദ്യ കുറച്ച് അപകടകരമാണല്ലേ ഈ ആയുധന കലയും മറ്റ്. അന്ന് കാലത്തും ഒരുപാട് ഈ ആറ്റം ബോംബ് പോലത്തെ വലിയ വലിയ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് എന്നാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. അപ്പൊ ഈ വിശേഷപ്പെട്ട ആയുധങ്ങളും വിദ്യകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു തോക്കെടുത്ത് ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സ്കൂളിൽ അയച്ച എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അമേരിക്കൻ ന്യൂസിലൊക്കെ കാണാം, 5ാം ക്ലാസ്സിലെ കുട്ടി അല്ലെ 6ാം ക്ലാസ്സിലെ കുട്ടി ടീച്ചറിനെ വെടിവെച്ച് കൊന്നു, അല്ലെ സഹപാഠി വെടിവെച്ച് കൊന്നു കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഒരു കുട്ടിക്ക് തോക്കെടുത്തത് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഈ നിഷാദൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അവബോധ നിലവാരമാണ്. ശരിക്കും നിഷാദന്മാർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അന്ന് കാലഘട്ടം, നമ്മൾ ഈ പറയുന്നത് 5000 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഇന്നത്തെ ഇതുമായിട്ട് നമ്മൾ ഈ എന്താ പറയാ ജാതി തിരിവോ വർണ്ണ വിവേചനം എന്നും പറഞ്ഞിട്ട് നമ്മൾ അതിന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അന്ന് കാലഘട്ടം നിഷാദൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അവര് ഈ സമൂഹത്തില് ഉള്ള മറ്റ് സാധാരണ സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ് അവർ, കാട്ടിനുള്ളിലായിട്ട്. അപ്പൊ അവർക്ക് അവരുടെ കാട്ടുനീതിയാണ്. കാട്ടുനീതി എന്ന് കേട്ടിട്ടില്ലേ? കാട്ടുനീതിയാണ്, നാട്ടുനീതിയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും സ്വാഭാവികമായിട്ടും ഒരു ധർമ്മനിഷ്ഠനായിട്ടുള്ള ആള്, ഒരു ആചാര്യൻ ഇങ്ങനത്തെ ആയുധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കില്ല. ആയുധങ്ങളോ അല്ലെങ്കിൽ ആയുധന കലകളോ. നാളുടെ കാലം ഈവൻ സ്വന്തം നാടിനെതിരായിട്ട് തന്നെ, ഇദ്ദേഹത്തിന്റെ നാടിനെതിരായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ആശ്രയിക്കുന്ന ആ നാടിനെതിരായിട്ട് തന്നെ അത് പ്രയോഗിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്ന ആ രാജ്യത്തിനോ രാജാവിനോ എതിരായിട്ടോ സാമ്രാജ്യത്തിനെതിരായിട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും എന്താണ്
അതൊരു ഇദ്ദേഹത്തിന് അതിനൊരു പിന്നൊരു കാലത്ത് അദ്ദേഹം പശ്ചാത്തപിക്കേണ്ടി വരും. ഞാൻ കാരണമാണല്ലോ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഈ ആചാര്യന്മാർ അല്ലെങ്കിൽ വലിയ വ്യക്തിത്വങ്ങളൊക്കെ മഹാവ്യക്തിത്വങ്ങളൊക്കെ വരും വരായികൾ ചിന്തിച്ചിട്ടേ ഒരു കാര്യം അവര് ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരാൾ വന്നു ഉടനെ പറഞ്ഞിട്ട് ചാടിക്കേറി അങ്ങോട്ട് ഒന്നും ചെയ്യാറില്ല. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. പല കാര്യങ്ങളും ചാടിക്കേറിയാണ് തീരുമാനം എടുക്കാറ്, അല്ലെ? അപ്പൊ തോന്നുന്ന ഇതിനാണ് ഓരോന്ന് പ്രവർത്തിക്കും നമ്മൾ. പിന്നെ ചിന്തിക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വേണ്ടിയിരുന്നില്ല. ഇതെന്നല്ല, ഏതൊരു കാര്യം നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. ഓ അത് വേണ്ടിയിരുന്നില്ല. ഒരാള് 10 ചീത്ത പറയും, എന്നിട്ട് പറയും അത് വേണ്ടിയിരുന്നില്ല, ഇനിയിപ്പോ പറഞ്ഞു പോകല്ലേ. നമ്മൾ പറഞ്ഞ അല്ലെ, കൈവിട്ട അസ്ത്രവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയും പോലെ നമ്മൾ ആലോചിച്ച് വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ, വരും വരായികള്. ഇപ്പൊ നമ്മളിപ്പോ പല കാര്യങ്ങളും നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്, അല്ലെ? നമ്മൾക്ക് ശത്രുക്കളാരില്ല, നമ്മുടെ ഭാരതത്തിന് ശത്രുക്കളാരില്ലെന്നാണ് നമ്മുടെ ഒരിത്. പക്ഷെ നമ്മളെ ശത്രുവായിട്ട് കാണുന്ന പല ആൾക്കാരും ഉണ്ട്. അവർ പല ഉപദ്രവങ്ങളും നമുക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി ട്രെയിനിങ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും? നമ്മൾ കൊടുക്കില്ല. നമുക്കറിയാതെ നമുക്ക് നാളത്തെ കാലം നമുക്ക് തന്നെ അതൊരു ദുരിതമായിട്ട് മാറും, നമുക്ക് നന്നായിട്ട് നമ്മളൊന്നും കൊടുക്കാറില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒന്ന് ചെയ്തത് അങ്ങനെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വശം ചിന്തിച്ചിട്ടാണ്. അല്ലാതെ അയാള് ഒരു ജാതി കുറഞ്ഞ ആളാണ് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വർണ്ണ വിവേചനം എന്നല്ല കാണിച്ചത്. കാരണം ഒരു ധർമ്മനിഷ്ഠ ഇല്ലാത്ത ഒരു കൂട്ടത്തിൽപ്പെട്ട ആൾക്ക് നമ്മുടെ ഇത്രയും ഒരു അമൂല്യമായ ഒരു ജ്ഞാനം പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു കാലം നമ്മുടെ നാട്ടിന് തന്നെ അത് ദോഷമായിട്ട് മാറുമോ എന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹത്തിന് അന്ന് ഒഴിവാക്കി വിട്ടത്. അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ കാട്ടിലെത്തുകയും ശിഷ്യന്മാരോടടുത്ത് പോയി ഈ ഒരു കുമാരൻ ആരാണെന്ന് അല്ലെങ്കിൽ ഈ വ്യക്തി ആരാണെന്ന് കണ്ടെത്തുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഇതിനെ കണ്ടോടനെ അതിൽ മനസ്സിലാവും സ്വന്തം ഗുരുവാണെന്ന് പറയുന്ന ഇത് അവകാശപ്പെടുന്ന ദ്രോണാചാര്യനെ മനസ്സിലാക്കി ഉടൻ നമസ്കരിക്കുകയൊക്കെ ചെയ്യും, ചെയ്ത് കാര്യങ്ങളൊക്കെ പറയും. ഇത് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ദ്രോണാചാര്യയുടെ ഒരു രൂപം പ്രതിമ ഉണ്ടാക്കി അതിൽ പുഷ്പാർച്ചന നടത്തി ഗുരുപൂജ ചെയ്ത് ഗുരുവായിട്ട് മനസ്സങ്കല്പിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം വളരെ വിശേഷപ്പെട്ട അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും വിശ്വാസമൊക്കെ കൊണ്ട് തന്നെ, ഗുരുവിലുള്ള ആ ഒരു വിശ്വാസമൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ എന്താ പറയാ ആ കഴിവ് പ്രാവീണ്യം നേടുവാനുള്ള സാഹചര്യം അദ്ദേഹം സാധിച്ചു എന്നും പറയാം. ഇത് കണ്ടപ്പോൾ ദ്രോണാചാര്യക്ക് വീണ്ടും ഒരു ദ്രോണാചാര്യ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് അർജുനനെ മാത്രം കരുതിയിട്ടല്ല, അർജുനന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, രാജകുമാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. വീണ്ടും ഇവിടെ വരുന്ന ഈ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്. ഒരു അയൽ എന്താ പറയാ ഈ അയൽ രാജ്യക്കാരനായിട്ടുള്ള ആൾക്ക് നമ്മള് ഒരു നമ്മുടെ സീക്രട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമ്മുടെ എന്തെങ്കിലും വേണ്ടേ, നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ, അല്ലെ? അല്ല ഒരു ശിഷ്യന്മാരും ഗുരുക്കന്മാരും ശിഷ്യന്മാർക്ക് 18 അടവും പഠിപ്പിക്കില്ല എന്ന് പറയുന്നത് വെറുതെ തമാശക്ക്. ഒരടവ് ഗുരു കയ്യിൽ വെച്ചേക്കുന്നു. അതെന്ന് പറയാ എന്ന് വെച്ചാൽ ഗുരുവിന്റെ ഒരു സുപ്രീമസിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയും പോലെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ധാർമ്മികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ ധർമ്മചിന്ത, ആ ധാർമ്മിക ചിന്ത അല്ലെങ്കിൽ സ്വന്തം നാടിനെ പറ്റിയോ അല്ലെങ്കിൽ സ്വന്തം തനിക്ക് ആശയം നൽകിയ, കാരണം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ദരിദ്രം അനുഭവിച്ച് വന്നപ്പോഴത്തേക്ക് ഹസ്തിനാപുരത്ത് എത്തിയപ്പോൾ ഭീഷ്മാചാര്യര് എല്ലാവിധ സുഖ സൗകര്യങ്ങളും എന്താ പറയാ ധനവും ധാന്യവും ഒക്കെ കൊടുത്ത് ഇത് തന്നെ വളരെ ഒരു രാജകീയമായ നിലയിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. ഇത് കണ്ട് അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ ചിന്തിക്കുമ്പോൾ വീണ്ടും ആ ധർമ്മചിന്ത വരികയാണ്. നമ്മുടെ നാടിന് വീണ്ടും ഇതായിട്ട് മാറുമല്ലോ, ഒരു ദുരിതമായി മാറാൻ സാധ്യതയുണ്ടോ ചിന്തിച്ചിട്ട് അദ്ദേഹം പറയും താങ്കളുടെ ഈ ഒരു ഇതില് ഒരു ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായി. ശാസ്ത്രപ്രകാരം ഗുരുവിന് ശിഷ്യൻ എന്ത് കൊടുക്കണം? ദക്ഷിണ കൊടുക്കണം. ഗുരുദക്ഷിണ കൊടുത്താലേ ഏതൊരു വിദ്യയും ഏതൊരു കർമ്മവും എന്താ പറയാ അത് പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് എനിക്ക് ഗുരുദക്ഷിണ വേണം. സന്തോഷത്തോടെ ഈ നിഷാദകുമാരൻ ഏകലവ്യൻ പറയും ഞാൻ അങ്ങേക്ക് ഗുരുദക്ഷിണ തരാം, എന്താണ് വേണ്ടെന്ന് പറഞ്ഞാലും. അങ്ങനെ ദ്രോണാചാര്യ എന്ത് ചോദിക്കും? വലത് കൈയിലെ പെരുവിരൽ ചോദിക്കും. കാരണം അമ്പ ചെയ്യണമെങ്കിൽ ഈ വലത് കൈയുടെ പെരുവിരൽ അമ്പ ചെയ്യണം മാത്രമല്ല, നമുക്ക് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് ബാലൻസിങ് കിട്ടണമെങ്കിൽ വലത് കൈയുടെ പെരുവിരൽ വേണം. അത് വലത് കൈയായിട്ട് റൈറ്റ് ഹാൻഡേഴ്സിന്, ഇടം കൈക്കാർക്ക് ഇടത് കൈ. പ്രധാന പൊതുവേ നമ്മൾ പറയുമ്പോൾ മെജോറിറ്റി എന്താണ് വലം കൈ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വലത് കൈയുടെ പെരുവിരലിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വലത് കൈ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഈ അമ്പ് അങ്ങനെ അമ്പ് തൊടുക്കണമെങ്കിൽ വലത് കൈയുടെ പെരുവിരൽ വേണം. ഒന്നും ചിന്തിക്കാതെ ഗുരുഭക്തി എന്ന് പറഞ്ഞ അദ്ദേഹം
ആ വിരൽ കട്ട് ചെയ്ത് മുറിച്ച് കൊടുക്കുകയാണ് ഗുരുവിന്. അങ്ങനെ ഇതിൽ സന്തുഷ്ടനായിട്ട് ഈ ദ്രോണാചാര്യര് വളരെയധികം അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മളെല്ലാം പറയും പോലെ ഒന്നുമല്ല, അനുഗ്രഹിച്ചിട്ട് സന്തുഷ്ടനായിട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് ധർമ്മചിന്ത, അദ്ദേഹം ഇപ്പൊ ഹസ്തിനപുരിയുടെ ഒരു പ്രജയാണ് അല്ലെ, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അങ്ങനെ ഈ വിരലും മുറിച്ച് അവിടെ വെച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് അർജുനെയും മറ്റു കുമാരന്മാരെയും കൂട്ടി തിരിച്ചു പോവാം. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അടുത്ത നമ്മളെല്ലാവരും പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടൊരു സംഭവമാണ്. അദ്ദേഹം കുറെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് ഒരു പരീക്ഷണം നടത്തി. വളരെ പ്രശസ്തമാണ് ഈ പരീക്ഷണം. വലിയൊരു ഉയരത്തിലുള്ള ആൽമരത്തിന് മുകളിൽ ഒരു തത്തയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് അമ്പ് ചെയ്ത്, അതിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ കണ്ണില് അമ്പ് ചെയ്ത് കൊള്ളിക്കണം എന്നാണ്. പക്ഷെ മഹാഭാരതത്തില് ഗ്രന്ഥത്തിൽ പറയുന്നത് അതിന്റെ കഴുത്ത് മുറിക്കണം എന്നേ പറയുന്നുള്ളൂ. അങ്ങനെ എല്ലാ ശിഷ്യന്മാരെയും നിരത്തി ഈ മരത്തിന്റെ ഏറ്റവും മുകളിൽ ഈ ഒരു തത്തയും കെട്ടിവെച്ചിട്ട് അദ്ദേഹം ഓരോരുത്തരായിട്ട് വിളിക്കും. ഇതിലേറ്റവും മൂത്തതാരാണ്? ആർക്കെങ്കിലും പറയാമോ? കൗരവ പാണ്ഡവന്മാരിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും മൂത്ത വ്യക്തി ആരാണ്? ഏറ്റവും മൂത്ത കുമാരൻ ആരാണ്? യുധിഷ്ഠിരൻ. അതെ, യുധിഷ്ഠിരൻ. അപ്പോ യുധിഷ്ഠിരനെ ആദ്യം വിളിച്ചിട്ട് ആചാര്യൻ ചോദിക്കുകയാണ്, യുധിഷ്ഠിര, അല്ലയോ രാജകുമാര, അല്ലയോ കുമാര, താങ്കൾ ഈ മരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയെ കാണുന്നുണ്ടോ, തത്തയെ കാണുന്നുണ്ടോ? അതിപ്പം കാണുന്നുണ്ട് ഗുരു എന്ന് പറയും. ശരി, താങ്കൾ എന്നെ കാണുന്നുണ്ടോ? ചുറ്റുമുള്ള താങ്കളുടെ ആ ആ മരത്തെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. താങ്കളുടെ സഹോദരന്മാരെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാം അദ്ദേഹം പറയുന്നത് കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്നാണ് പറയാം. ഇത് കണ്ടിട്ട് അദ്ദേഹം പറയും, യുധിഷ്ഠിരനോട് പറയും, ആ താങ്കൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയും. കുമാരൻ മാറി നിൽക്കും. അങ്ങനെ മാറ്റി നിർത്തും. പിന്നെ യുധിഷ്ഠിര മാറ്റിട്ട് ഈ ദുര്യോധനാദികളെ വിളിച്ചിട്ട് ദുര്യോധനം തുടങ്ങും അങ്ങോട്ട്. ദുര്യോധന, ദുശാസൻ, അങ്ങനെ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ എല്ലാ കുമാരന്മാരും പറയുന്നത് ഇത് ഒരേ ഉത്തരം തന്നെയാണ്. തത്തയെ കാണുന്നുണ്ട്, ഈ മരത്തിനെ കാണുന്നുണ്ട്, ഗുരുവിനെ കാണുന്നുണ്ട്, സഹോദരന്മാരെ കാണും. അവസാനം അദ്ദേഹം അർജുനെ വിളിച്ച് അർജുന അമ്പും വില്ലും എടുത്തത്. എന്നിട്ട് നിൽക്കുമ്പോ ഗുരു ചോദിക്കും, അല്ലയോ അർജുന, താങ്കൾ ആ മരത്തില് പക്ഷിയെ കാണുന്നുണ്ടോ? പക്ഷെ അർജുന അങ്ങനെയല്ല, താങ്കൾ ആ മരത്തിന് മുകളിൽ ആ പക്ഷിയുടെ ശിരസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് എന്ന് പറയും. മരം കാണുന്നുണ്ടോ? അതേപോലെ ഇല്ല. എന്നെ കാണുന്നുണ്ടോ? ഇല്ല. ഈ സഹോദരന്മാരെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല. അദ്ദേഹം പറയും, പക്ഷിയുടെ ശരീരം പോലും കാണുന്നില്ല, എനിക്ക് ആ കൃത്യമായിട്ട് ആ ശിരസും ആ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ആണോ അങ്ങേയും എന്റെ സഹോദരന്മാരെയൊക്കെ കുറിച്ച് കേൾക്കുന്നത്? അതിന്റെ അർത്ഥമില്ല. ഞാൻ ആ പക്ഷിയുടെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. കാരണം തല മുറിക്കാനാണ്, കഴുത്ത് മുറിച്ച് തല വേർപെടുത്താനാണ് ഗുരുവിന്റെ നിർദ്ദേശം. അപ്പം ഇത് കേട്ട് ഗുരു അത്യന്തം സന്തുഷ്ടനായിട്ട് അർജുനനെ ആലിംഗനം ചെയ്യും. അർജുനൻ ഉടൻ തന്നെ അമ്പെയ്ത് അടയ്ക്കണ്ട, എനിക്ക് 24 മണിക്കൂർ ഇത് അടച്ചേ പറ്റുള്ളൂ. ഇത് തുറന്നു കിടക്കട്ടെ. കാറ്റ് കിട്ടണ്ടേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. ഹരേ കൃഷ്ണ. നാടകം വരുന്നുണ്ടോ? പ്രഭു 24 മണിക്കൂർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുക. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥാമക്കളും ഉണ്ട് ഇവിടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മ്യൂട്ട് ചെയ്യുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബഹളം.
ഈ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറച്ചു നേരമായി പലരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട് ഇടയ്ക്ക്. ഹരേ കൃഷ്ണ. അപ്പോ സ്വന്തം ശിഷ്യന്റെ ഈ ഒരു ഏകാഗ്രചിത്തതയിലും ആ ലക്ഷ്യബോധത്തിലുള്ള അപ്പൊ നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മളുടെ കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ശ്രദ്ധ അതിൽ മാത്രമായിരിക്കണം. നമ്മൾ ചുറ്റുമുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ വരും. ഈ ഒരു കഥയിൽ നിന്ന് അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ബാക്കി എല്ലാവരും എല്ലാം കാണുന്നുണ്ട്. ഗുരുവിനെ കാണുന്നുണ്ട്, ശിഷ്യനെ കാണുന്നുണ്ട്, മറ്റു ശിഷ്യന്മാരെ കാണുന്നുണ്ട്, മരം കാണുന്നുണ്ട്. അർജുനനോ അദ്ദേഹത്തിന് അമ്പ് കൊള്ളിക്കാനുള്ള ആ പക്ഷിയുടെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷിയെ പോലും അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷിയെ പോലും ഞാൻ കാണുന്നില്ല. പിന്നെയാണോ മരത്തിനെയും താഴെയുള്ള ശിഷ്യന്മാർ മറ്റ് എന്താ പറയുക സഹപാഠികളെയും സഹോദരന്മാരെയും കാണാം. അപ്പൊ അദ്ദേഹം ഒന്നും കാണുന്നില്ല, കാരണം അതിന്റെ ഏകാഗ്രചിത്തയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് മാത്രമാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ഗുരുവിന് വളരെയധികം സന്തോഷമായി. ശിഷ്യനോട് വളരെയധികം അദ്ദേഹം ആലിംഗനം ചെയ്ത് വളരെ സ്നേഹം, നീ ലോകത്ത് ഏറ്റവും ഒന്നാമനായ വില്ലാളി വീരനായിട്ട് മാറുന്നത് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ. അങ്ങനെ അർജുനൻ ശരിക്കും ഒരു അതിരഥനായിട്ട് മാറുന്നു. അതിരഥൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 60,000 പടയാളികളോട് എതിരായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ് അതിരഥൻ. നമ്മൾ മഹാഭാരതത്തിന് അതിരഥൻ അങ്ങനെ ആ വാക്കുകളൊക്കെ നമ്മളിനി കേൾക്കും ഒരുപാട്. മഹാരഥൻ, അതിരഥൻ. ഇപ്പൊ അതിരഥൻ എന്ന് പറയുന്നത് 60,000 ആൾക്കാർ പടയാളികളോട് എതിരായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ് അതിരഥൻ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അർജുനൻ അതിരഥനായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഈ വളർച്ചയിൽ, അർജുനന്റെ ഈ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ പാണ്ഡവരുടെ ഈ ഒരു വളർച്ചയിൽ കൗരവർക്ക്, അതായത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് വളരെയധികം അസൂയയും കുശുമ്പും ഒക്കെ അങ്ങനെ വളരുകയാണല്ലോ ദിവസം കൂടുന്തോറും. കാരണം അവരുടെ ഖ്യാതി വളരെയധികം വർദ്ധിക്കുന്നുണ്ട്, അവരുടെ കഴിവുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അസൂയ വളരെ കൂടുതൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്കും കുറച്ച് ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട് സാധാരണ മനുഷ്യർ. അതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. അത് അത്ര നല്ലതല്ല, നമ്മളെ സ്വയം നശിപ്പിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ ഏകദേശം പൂർത്തിയായി അല്ലെ? പൂർത്തിയായി കഴിയുമ്പോൾ എന്താണ്, പരീക്ഷ നടത്തണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ എക്സിബിഷൻ നടത്തണമല്ലോ ഈ അറിവിന്റെയൊക്കെ അല്ലെ? ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ടെസ്റ്റ് എക്സാംസ് നടത്തും, പബ്ലിക് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഇന്ന കോഴ്സ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കും, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ എന്താ പറയാ എഞ്ചിനീയർ. അവരുടെ ആ ഒരു കോഴ്സ് പഠിച്ചതിന്റെ പ്രാവീണ്യം നേടിക്കഴിയുമ്പോഴത്തേക്ക് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അന്ന് കാലത്തും ഇതുപോലെ പബ്ലിക്കായിട്ട് ആണ്. ഈ ആയോധന കലകളൊക്കെ ആണെങ്കിൽ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ വേദപാണ്ഡിത്യം ആണെങ്കിലും പബ്ലിക്കായിട്ട് വിളിച്ചിരുത്തിയ പണ്ഡിതന്മാരുടെ സദസ്സിൽ പ്രാഗൽഭ്യം തെളിയിച്ചാണ് അന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ടൈറ്റിൽ കൊടുക്കുമായിരുന്നു, ഓരോരോ ബഹുമതികൾ കൊടുക്കുമായിരുന്നു അല്ലെ? പലതരത്തിലുള്ള ബഹുമതികളൊക്കെ അന്നും ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ആയിട്ട് എഴുതി കൊടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ബഹുമതികൾ കൊടുക്കുമായിരുന്നു. കേട്ടില്ലേ ഈ പട്ടും വളയും കൊടുക്കുന്നത്, രാജാക്കന്മാർ കണ്ടില്ലേ പട്ടും വളയും കൊടുക്കുന്നതും വീരശൃംഖല കൊടുക്കുന്നതൊക്കെ, അങ്ങനത്തെ അനുമോദനങ്ങളും പ്രത്യേക തരത്തിലുള്ള പദവികൾ കൊടുക്കലും ഒക്കെ നമ്മുടെ തിരുവിതാംകൂറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദ്രോണാചാര്യര് അന്നത്തെ രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രരെ പോയി കാര്യങ്ങൾ അറിയിക്കുകയാണ്. താങ്കളുടെ മക്കളും താങ്കളുടെ സഹോദരന്റെ മക്കളും ഒക്കെ അവരുടെ അറിവില് പാണ്ഡിത്യത്തിൽ അവരുടെ എന്താ പറയാ പ്രാവീണ്യം ഒരു കലകളിലൊക്കെ അല്ലെങ്കിൽ ആയോധന കലകളില് ഒരു എന്താ പറയാ പ്രാവീണ്യം നേടി, നമുക്ക് അതുകൊണ്ട് ഇവരുടെ കഴിവുകൾ ജനങ്ങളെ കാണിക്കും. അങ്ങനെ ഇവരൊക്കെ ഈ നാട് നയിക്കേണ്ട കുമാരന്മാരാണല്ലോ അല്ലെ? ഇവരുടെ കഴിവുകൾ പ്രജകൾക്കും കൂടെ ഒന്ന് ബോധ്യമാവട്ടെ, നമുക്കത് പ്രദർശനം നടത്തണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് വിതുരരെ വിളിച്ചിട്ട് ഈ ബ്രാഹ്മണ ആചാര്യന്മാർക്ക്, ദ്രോണാചാര്യൻ കൃപാചാര്യരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് വേണ്ട സഹായം എന്താ പറയാ ഒരുക്കങ്ങൾ, നമ്മളെ പ്രോഗ്രാമിനല്ലേ പന്തലിടുക, ഗ്രൗണ്ട് ഒരുക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അന്നും ഇതുപോലെ തന്നെ മരങ്ങളില്ലാത്ത ഒരു പ്രദേശം, ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ഇരിക്കാനുള്ള ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടാക്കി, ഒരു എന്താ പറയാ ഒരു ഗാലറിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ എല്ലാം സെറ്റ് എടുക്കുകയാണ് ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട്. അതില് എല്ലാ കൗരവ പ്രമുഖരെത്തും.
അങ്ങനെ എന്താ പറയാ, ഭീഷ്മര്, കുന്തി ദേവി, ഗാന്ധാരി, മഹാരാജാവ്, വിതുരര്, ഭീഷ്മ പിതാമഹൻ, ഇവരെല്ലാരും സന്നിഹിതരായിരിക്കും. അങ്ങനെ ഈ എന്താ പറയുക, ഈ ഒരു പ്രദർശനം, ഒരു എക്സിബിഷൻ തുടങ്ങും മുമ്പായിട്ട് വിധിപ്രകാരമുള്ള പൂജകളും വാദ്യ ഘോഷങ്ങൾ അകമ്പടിയോടുള്ള വേദപാരായണവും പൂജകളും ഒക്കെ നടക്കുകയാണ്. ഇത് നടന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇതിൽ ഏറ്റവും പ്രായം കൂടിയായിട്ടുള്ള യുധിഷ്ഠിരകുമാരനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കഴിവുകളും ഒക്കെ, ഇതില് യുധിഷ്ഠിര മഹാരാജാവ് പ്രാഗൽഭ്യം ഉള്ളത് ഏതിലാണെന്ന് അറിയാമോ? യുധിഷ്ഠിര മഹാരാജാവ് പ്രാഗൽഭ്യം ഈ രഥത്തിൽ നിന്നുള്ള യുദ്ധത്തിലാണ്. ചാരിയറ്റ് വാരിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് രഥത്തിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം, അതിൽ വളരെയധികം പ്രാവീണ്യം നേടിയ ആളായിട്ട് മാറും യുധിഷ്ഠിരൻ. നകുല സഹദേവന്മാര് വാൾപ്പയറ്റില് പ്രാവീണ്യം നേടും. അവരെ തോൽപ്പിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല വാൾപ്പയറ്റില്. ഭീമനും ദുര്യോധനും ഒക്കെ ഗദായുദ്ധത്തിലാണ് അവര് പ്രാഗൽഭ്യം നേടുന്നത്. അർജുനൻ അവിടെ എന്താണ്? അർജുനൻ യഥാർത്ഥത്തില് നമുക്കറിയാം, അർജുനൻ വില്ലാളി വീരനായിട്ട് മാറും. ഇത്രയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ എന്താ പറയാ, ഓരോന്നങ്ങനെ തുടങ്ങി. യുധിഷ്ഠിരൻ തന്റെ പ്രാഗൽഭ്യമൊക്കെ തെളിയിച്ചു. അങ്ങനെ ദ്രോണാചാര്യരും കൃപാചാര്യൊക്കെയാണ് ഇതിന് എന്താ പറയാ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാന്, അതിന് നടന്ന കോർഡിനേറ്റേഴ്സ്, അതിന്റെ മുമ്പ് അതിനെ നയിക്കുന്നവരാണ് ആ ഒരു എക്സിബിഷൻ, ആ ഒരു പ്രദർശനത്തെ. അങ്ങനെ അടുത്ത് ദ്രോണാചാര്യ ഭീമനെ വിളിക്കും. അങ്ങനെ ഭീമനെയും വിളിക്കും, അതേസമയം ദുര്യോധനെ വിളിക്കും. ഇവർ തമ്മിൽ ഗദായുദ്ധം തുടങ്ങും. ഗദായുദ്ധം അല്ലെങ്കിൽ തന്നെ ഭീമനും ദുര്യോധനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. അത്ര നല്ല സ്നേഹബന്ധമാണ് അവർ തമ്മിൽ. അത്രയധികം അവർ തമ്മിൽ ഒരു മത്സരവും ഒരു ഈർഷ്യൊക്കെയാണ് അവർ തമ്മിൽ. അങ്ങനെ ഇവർ കിട്ടിയ അവസരം കണ്ടൊരു സന്തോഷം, തമ്മിലടിക്കാൻ പറ്റിയ അവസരം. രണ്ടുപേരും പൊരിഞ്ഞ് ഗദായുദ്ധം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ദ്രോണാചാര്യ സ്വന്തം പുത്രനായിട്ടുള്ള അശ്വത്ഥാമാവനെ പറഞ്ഞേക്കണം, അശ്വത്ഥാമാവൻ നീ പോയി രണ്ടുപേരെ ഒന്ന് സമാധാനിപ്പിക്കും, നിർത്താൻ പറയും. കാരണം ഈ ഗ്രൗണ്ടിൽ നടക്കുകയാണ് യുദ്ധം, പക്ഷെ നിർത്തുന്നില്ല. ഈ ഒരേ സമയത്ത് അശ്വത്ഥാമാവൻ രണ്ടുപേരോടും പറയണം നിർത്താൻ, രണ്ടുപേരും നിർത്തുന്നില്ല. അങ്ങനെ ഈ വാദ്യമേളങ്ങളൊക്കെ നിർത്താനായിട്ട് ദ്രോണര് നേരിട്ട് എന്ന് പറയും നിർത്തിക്കും. എന്നിട്ട് ആ ഗ്യാപ്പിൽ അദ്ദേഹം എന്ത് ചെയ്യും? അർജുനന്റെ വരവിനെ അവിടെ ഉദ്ഘോഷിക്കും, അർജുനന്റെ വരവിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എല്ലാവരും അവരുടെ ശ്രദ്ധ അങ്ങോട്ട് അർജുനിലേക്ക് തിരിയും. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഇവരുടെ യുദ്ധം ഒന്ന് നിർത്തി ഇവരൊന്ന് മാറുകയാണ്. അപ്പൊ അർജുനൻ വന്ന് അതിഗംഭീരമായ പ്രകടനം നടത്തും. അദ്ദേഹം ആദ്യം വന്ന് സ്വന്തം ഗുരുവിനെയും ഒക്കെ വന്ദിച്ച് അത്യുഗ്രമായ പ്രകടനം. അദ്ദേഹം പലതരത്തിലുള്ള പ്രകടനം കാണിക്കുന്നവരാണ് അർജുനൻ. അർജുനന് പലതരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ സ്വായത്തമാക്കിയിരുന്നു അതിനുള്ളിൽ. ഇതിന് മുമ്പായിട്ട് അർജുനോടുള്ള വാത്സല്യവും സ്നേഹവും, അതിന്റെ ഉള്ള വാത്സല്യം സ്നേഹം മാത്രമല്ല, ഇവിടെ അർജുനോടുള്ള വിശ്വാസവും കൂടിയാണ്. അദ്ദേഹം ഈ ശിഷ്യനെ ഇത് ചെയ്യാൻ കഴിയും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന ഏറ്റവും ഉഗ്രമായിട്ടുള്ള അസ്ത്രം, അതിന്റെ പ്രയോഗവും അതിനെ തിരിച്ചു വിളിക്കാനുള്ള വിദ്യയും ഒക്കെ സ്വന്തം ശിഷ്യന് ദ്രോണാചാര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും അർജുനന് കിട്ടുന്നുണ്ട്. മറ്റു ശിഷ്യന്മാർക്കൊന്നും അങ്ങനെ അതിൽ പിന്നെ കിട്ടിയത് അശ്വത്ഥമാന് മാത്രമാണ്, സ്വന്തം പുത്രന്മാർ. ബാക്കി ആർക്കും അങ്ങനെ ഒരു അത്യുഗ്രമായിട്ടുള്ള ചില സ്പെഷ്യൽ ഇതൊന്നും കൊടുത്തിട്ടില്ല. അർജുനാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ. അപ്പൊ അന്ന് ജീവിച്ചിരിപ്പോഴാൽ ഏറ്റവും പ്രഗത്ഭനായ വില്ലാളി വീരനായിരുന്നു അർജുനൻ. അർജുനൻ വളരെ ദിവ്യായുധങ്ങൾ, ആദ്യം അഗ്നേയാസ്ത്രം കൊണ്ട് അവിടെ അഗ്നി വരുത്തും, തീ കത്തിക്കും. എന്നിട്ട് അടുത്ത് ഭരണാസ്ത്രം കൊണ്ട് ജലം വരുത്തി അതിനെ അണയ്ക്കും. പിന്നെ പർജന്യാസ്ത്രം കൊണ്ട്, പർജന്യം വെച്ചാൽ മഴയാണല്ലോ, മേഘങ്ങളെ സൃഷ്ടിക്കും. വായുവ്യാസ്ത്രം കൊണ്ട് ഈ മേഘങ്ങളെ, ഈ കാറ്റുകൊണ്ട് അങ്ങോട്ട്, അല്ലെ കാറ്റിൽ മേഘങ്ങൾ അങ്ങോട്ട് ചെതറിപ്പോകില്ല, അതുപോലെ ചെതറിക്കും. അത് കഴിയുമ്പോൾ ഭൗമാസ്ത്രം കൊണ്ട് ഭൂമി കരഭാഗം സൃഷ്ടിക്കും, ഭൂമിയിലെ കരഭാഗങ്ങൾ സൃഷ്ടിക്കും. അത് പർവ്വതാസ്ത്രം കൊണ്ട് പർവ്വതങ്ങളെ സൃഷ്ടിക്കും. അന്തർധാനാസ്ത്രം കൊണ്ട് പല വസ്തുക്കളെയും അങ്ങോട്ട് അപ്രത്യക്ഷമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. തൂക്കിയിട്ട് ആടുന്ന പശുവിന്റെ കൊമ്പിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതില് അദ്ദേഹം 21 അമ്പുകൾ ഏഴിച്ച് അതിൽ കൊള്ളിക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. എല്ലാവരും ഈ ജനങ്ങൾ വന്നുകൂടി ജനസമുദ്ര എന്നാ പറയുന്നത്.
ജനസമുദ്രമായി ഈ കാഴ്ചക്കാര്. കുട്ടികളെല്ലാം ഈ രാജകുമാരന്മാരുടെ ഇത് കാണാനായിട്ട് അപ്പൊ നമ്മുടെ ജനസമുദ്രമായി എന്നാ പറയുന്നത്. ഇതെല്ലാം കണ്ടി ജനസമുദ്രം അങ്ങനെ എന്താ പറയാ വളരെയധികം സന്തോഷിക്കുകയാണ്, ജയ് വിളിക്കുകയാണ്. അർജുനന് കിട്ടുന്ന ഈ ജയാരോപങ്ങളൊക്കെ കേട്ട് ധൃതരാഷ്ട്രർക്ക് പോലും മനസ്സ് കുളിരണം. ആഹാ, എന്റെ സഹോദരപുത്രൻ ഇത്രയും പ്രഗത്ഭനാണല്ലോ എന്നൊക്കെ അദ്ദേഹം വളരെ സന്തോഷം. അതുവരെയൊക്കെ ഈ ധൃതരാഷ്ട്രര് സ്വന്തം സഹോദരപുത്രന്മാരെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കണ്ട് ഒരു വ്യത്യാസം കാണാതെ തന്നെയാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടിരുന്നതൊക്കെ, സ്നേഹിച്ചിരുന്നതും ഒക്കെ, അവരുടെ വിജയങ്ങളിലും അവരുടെ അച്ചീവ്മെന്റ്സിലും ഒക്കെ സന്തോഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. പക്ഷെ ഇതിനിടയ്ക്കൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. അവിടെയാണ് ധൃതരാഷ്ട്രർ വേറൊരാളെ മാറുന്നത്. ഒരു വ്യക്തി, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പിതാവ് എങ്ങനെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം, അത് അതിലോട്ട് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ അദ്ദേഹം നല്ല മനുഷ്യനാണ്. സ്വന്തം സഹോദരപുത്രന്മാരൊക്കെ വളരെ അവരുടെ ആ ഒരു ജയാരവം കേട്ടപ്പോൾ അർജുനന്റെ ഉള്ള ആ ഒരു എന്താ പറയാ പുകഴ്ത്തലും ആൾക്കാരുടെ ജയാരവവും അർജുനക്ക് ഈ ജയം വിളിക്കുമ്പോ അർജുൻകുമാർ ജയിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് അദ്ദേഹം ആനന്ദം കൊള്ളുകയാണ് ഈ വല്യച്ഛൻ. ആ സമയത്താണ് ഒരു പ്രതീക്ഷിതമായ സംഭവം നടക്കുന്നത്. ഇവിടുന്ന് ഒരു നമ്മൾ എന്താ പറയാ ഒരു ഈ ഭുജത്തിൽ അടിക്കുന്ന ഒരു സൗണ്ട് ഈ കണ്ടിട്ടില്ലേ? ഈ നമ്മള് ഈ ഗുസ്തിക്കാരന്മാരൊക്കെ വരുമ്പോ കണ്ടിട്ടില്ലേ? കൈ കൊണ്ട് നമ്മുടെ ഈ ഭുജത്തിൽ അടിച്ച് സൗണ്ട് ഉണ്ടാക്കി, സൗണ്ടിന്റെ ഒച്ച കേട്ട് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉഗ്രമായ ശബ്ദം കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സൂര്യ തേജസ്വിയായിട്ടുള്ള കുമാരൻ വന്നിക്കുകയാണ്. വലിയ തിളങ്ങുന്ന പടച്ചട്ടയും കവചവും സൂര്യനെ പോലെ തന്നെ ജ്വലിക്കുന്ന കുണ്ടലങ്ങളൊക്കെ ആയിട്ട് ഒരു കുമാരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആരായിരിക്കും കുമാരൻ? എല്ലാവർക്കും അറിയാം, എങ്കിലും ചോദിക്കാണ്. കർണൻ അല്ലെ? കർണൻ. ഇത് കാണുമ്പോ എല്ലാവരും അത്ഭുതപ്പെടുമെങ്കിലും ഒരാൾക്ക് മാത്രം ഷോക്ക് ആവുകയാണ്. ആരായിരിക്കും അത്? അല്ല, കാരണം കുട്ടി കാണുന്ന ആ തേജസ്സും ആ പണ്ടത്തെ ആ കഥകളൊക്കെ ഒരു റിവൈൻഡ് ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക റിപ്ലൈ ഇങ്ങനെ വരുന്നത് മനസ്സിൽ കൂടെ കടന്നു പോവാണ് ഒരാൾക്ക്, കുന്തി ദേവിക്ക്. കാരണം സ്വന്തം അമ്മയ്ക്ക് എന്തായാലും ആ രക്തം തിരിച്ചറിയുന്ന പോലെ അത് മാത്രമല്ല അടയാളങ്ങളും ഉണ്ട് ഈ കുട്ടി അല്ലെ? ആ തിളങ്ങുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന കുണ്ടലങ്ങളും ആ ജ്വലിക്കുന്ന കവചവും ഒക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ആരാണെന്ന്. പക്ഷെ കുന്തിക്ക് അതിൽ മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റും ആ സാഹചര്യത്തിൽ. അങ്ങനെ ഈ കുമാരൻ മുമ്പോട്ട് വരികയും അർജുനനെ വെല്ലുവിളിക്കുകയാണ് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. വന്ന ഉടനെ അദ്ദേഹം ദ്രോണാചാര്യരെ നമസ്കരിക്കും, എന്നിട്ട് പറയും ഈ അർജുനൻ ചെയ്തതിന്റെ അപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റും. വിളിക്കാൻ സ്ഥലത്താണ് ആദ്യം കയറി വരുന്നത്, അത് വേറൊരു കാര്യം. അങ്ങനെ ഒരു സാഹചര്യം, അത് ഇൻവിറ്റേഷൻ ഇല്ല. നമ്മളും ഇൻവിറ്റേഷനിൽ പല സ്ഥലത്ത് പോകാതിരിക്കാൻ നല്ലത് നമുക്ക്. ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇൻവിറ്റേഷനിലും പോവാം, ചില സ്ഥലത്ത് പോകാൻ പാടില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പോയ വേറൊന്നുമല്ല, നമ്മൾ അവമാനിക്കപ്പെടും. അല്ലെ? നമ്മൾ സതീദേവിയുടെ ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പ്രത്യേക ഇൻവിറ്റേഷനിൽ പോകാൻ പാടില്ല ചില സ്ഥലങ്ങളിൽ. പക്ഷെ ഇദ്ദേഹം അവിടെ ചെന്നു. പക്ഷെ ഇതിന് അന്ന് വേറെ ആ പ്രാഗൽഭ്യം കാണിക്കാൻ, കാരണം സ്വന്തം അറിവിലും സ്വന്തം കഴിവിലും ഒക്കെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പൊ അത് കാണിക്കണമല്ലോ എവിടെയെങ്കിലും. നമ്മളങ്ങനെയാണ് അല്ലെ? പൊതുവെ എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നാലാൾക്കാരെ കാണിച്ചിട്ട് നമുക്കൊരു സമാധാനം, ഉറങ്ങാൻ പറ്റില്ല നമുക്ക്. അതൊരു ഇൻസ്റ്റാഗ്രാമിലോ എഫ്ബിയിലോ ഒക്കെ ഇട്ടില്ലെങ്കിൽ, സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കിട്ടിയാലോ അച്ചീവ് ചെയ്താലോ എന്ന് പറയും പോലെ അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് സ്റ്റാറ്റസും ഇല്ലെങ്കിലും ഇങ്ങനെ പല സാഹചര്യങ്ങൾ അല്ലാതെ കിട്ടുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ എനിക്കിതിൽ പങ്കെടുക്കണം, ഈ അർജുനനെക്കാളും ഞാനിവിടെ ചെയ്ത് കാണിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുനൻ എന്ന് പറയുന്ന കുരു രാജകുമാരനാണ്. ഇത് ആരാണെന്ന് അറിയില്ല. പുതുട്ട ഒരുത്തം വന്നിങ്ങനെ പറയുമ്പോൾ ആരെന്ന് അറിയാത്ത വ്യക്തി പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം അത്ഭുതമായി, ഇതാരടാ ഇങ്ങനെ. ആ സാഹചര്യത്തില് പക്ഷെ ദുര്യോധനന് പെട്ടെന്ന് ഇഷ്ടപ്പെടും ഈ വ്യക്തിയെ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതങ്ങനെയാണല്ലോ അല്ലെ? എപ്പോഴും ഒരേ തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരല്ലേ, ഒരേ മനോഗതിയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു ടീമായിട്ട് മാറും എന്ന് പറയും പോലെ ദുര്യോധനൻ ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അടുത്ത് വന്ന് സൗഹൃദം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം രാജ്യം തരാം, സ്വന്തം രാജ്യം പോലും നിനക്ക് തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെയായിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിങ്ങനെ. അപ്പൊ അർജുനൻ അപ്പോ ഈ കർണൻ പറയും എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ സൗഹൃദം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ് ആ സമയത്ത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവസരം ചോദിക്കുമ്പോൾ ഭീമൻ വല്ലാതെ അവമാനിക്കും.
അത് അല്ല, അതിനു മുമ്പ് ഇദ്ദേഹം കുറെ പ്രകടനം കാണിക്കും. അർജുനൻ കാണിച്ചതിനേക്കാളും വളരെ എന്താ പറയാ, വളരെ മോശമല്ല, വളരെ മെച്ചമായിട്ടുള്ള പ്രകടനം അർജുനൻ ചെയ്തതിന്റെ അപ്പുറം പല എക്സ്ട്രാ കൂടെ കാണിക്കും. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതവും. അതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം പങ്കെടുക്കാൻ വരുമ്പോൾ ചോദിക്കും, അർജുനൻ ഭീമനൊക്കെ പറയും, നീ ആരാണെന്ന് ചോദിക്കും. നിന്റെ എന്താ പറയാ വംശം ചോദിക്കുന്ന സമയത്തൊന്നും പറയാനില്ല. ഉടനെ ദുര്യോധനൻ പറയും, നിങ്ങൾക്ക് അതാണല്ലോ പ്രശ്നം, ഏത് രാജാവാണെന്ന് അറിയേണ്ടത്. എന്റെ കീഴിലുള്ള അന്ന് രാജകുമാരനാണല്ലോ, എന്റെ കീഴിലുള്ള അംഗരാജ്യം ഞാൻ ഇതിന് കൊടുക്കുകയാണ്, ഇതിന്റെ രാജാവായിട്ട് ഞാൻ അഭിഷേകിക്കണം. അങ്ങനെ ആ സഭയിൽ തന്നെ ബ്രാഹ്മണ പുരോഹിതന്മാർ വരികയും, അങ്ങനെ രാജാവിന്റെ മകനാണല്ലോ, ഏകദേശം രാജാവിന് തുല്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂജാവിധികൾ ബ്രാഹ്മണന്മാരെ വിളിച്ച് ചടങ്ങുകളൊക്കെ നടത്തി പട്ടാഭിഷേകം പോലെയൊക്കെ നടത്തി. അവിടെ പട്ടാഭിഷേകം തന്നെ നടത്തി പോലെയല്ല, പട്ടാഭിഷേകം നടത്തിയതിന് അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് മാറ്റും. ഇനി നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഇതിനെ പങ്കെടുപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അദ്ദേഹം ക്വാളിഫൈഡ് ആയല്ലോ അല്ലെ. ക്വാളിഫൈഡ് ആയപ്പോഴത്തേക്കും പങ്കെടുപ്പിച്ചേ പറ്റും. അദ്ദേഹം ഈ അർജുനന്റെ ആയിട്ടുള്ള എല്ലാം അർജുനനെ കവച്ചു വെക്കുന്ന പ്രകടനം അവിടെ കാഴ്ചവെക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ട് എല്ലാ ആൾക്കാർക്ക് ഇതിന് കരഘോഷവും ജയാരവവും ഒക്കെ മുഴക്കാണ്. ഒരു വടിയും അവിടെ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി വേച്ചിരിപ്പ് ഒരു പ്രധാനം അവിടെ വരുന്നുണ്ട്. അതാണ് ഈ കർണന്റെ പ്രാർത്ഥിച്ചനായിട്ടുള്ള അഗ്രതൻ എന്ന് പറയുന്ന സൂതൻ, എന്നുവെച്ചാൽ തേരാളി. അന്ന് കാലഘട്ടത്തിൽ സൂതൻ എന്ന് പറഞ്ഞാൽ ഒരു ശൂദ്ര എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണല്ലോ അല്ലെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും, ആ അച്ഛനെ കണ്ടോണ്ടേ ഈ മകൻ രാജാവായിട്ട് അഭിഷിക്തനാണ്. കാരണം ഇദ്ദേഹം രാജകുമാരാണെന്ന് അച്ഛൻ അറിയാം, വളർത്തച്ഛൻ അറിയാം. അദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവിന് വളരെയധികം സന്തോഷം കൊണ്ട് അവിടെ എത്തുന്നതാണ്, മുന്നോട്ട് വരികയാണ്. പുത്രനെ അനുഗ്രഹം ചെയ്യുക, അച്ഛനെ പോയി നമസ്കരിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഓ ഈ സൂതന്റെ പുത്രനാണല്ലോ ഇവൻ എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുമ്പോഴാണ് ഇതൊരു ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന ഭീമൻ വളരെയധികം അധിക്ഷേപിക്കും. നീ സൂതനാണ്, നിനക്ക് പറ്റിയത് നല്ലൊരു എന്താ പറയാ ചമ്മട്ടി എടുത്ത് നീ പോയി കുതിരയെ മേയ്ക്കുക, അതാണ് നിന്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് വളരെ പബ്ലിക്കായിട്ട് എന്താ പറയാ അപമാനിക്കും. അങ്ങനെ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുകയും ആ ഒരു സമയത്ത് ഇന്നത്തെ എന്താ പറയാ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അത് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ അന്നത്തെ ആ ഒരു അഭ്യാസ പ്രകടനം അവസാനിക്കുന്നു. ഇതിനു മുമ്പായിട്ട് അർജുനന്റെ ഒരു കാര്യം പറഞ്ഞു വിട്ടുകൂടി. അർജുനന്റെ പ്രകടനം നടക്കുന്ന സമയത്ത് ആ സമയത്ത് അർജുനനും വീണ്ടും മത്സരിക്കുകയാണ്. അർജുനനും കർണനുമായിട്ട്. അർജുനൻ മത്സരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് ദേവേന്ദ്രന്റെ ഇന്ദ്രചാപൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടും. ദേവേന്ദ്രന്റെ പ്രസൻസ് അവിടെ വരും. ഇത് കാണുമ്പോൾ സൂര്യൻ വെറുതെ ഇരിക്കും. സൂര്യനോടം വന്നിട്ട് ഇന്ദ്രൻ വന്നിട്ട് അവിടെ മേഘം കൊണ്ട് മറയ്ക്കുകയാണ്. ഈ മേഘങ്ങൾ സൂര്യന്റെ പ്രഭാവം കൊണ്ട് മേഘങ്ങൾ തട്ടിമാറ്റപ്പെടുകയും അർജുനൻ നിൽക്കുന്നതിന്റെ മുകളിൽ മേഘാവൃതമായിരിക്കുകയും കർണൻ നിൽക്കുന്നതിന്റെ മുകളിൽ സൂര്യപ്രഭ കൊണ്ട് സൂര്യനെ പോലെ തന്നെ കർണൻ ജ്വലിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞും അന്നത്തെ പിരിച്ചുവിട്ടു. അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ മുമ്പോട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാർ പലരും പലരുടെ പക്ഷം പിടിക്കും. ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് കർണനാണ്, അല്ല ചിലർ പറയും അല്ല അർജുനനാണ്, ചിലർ പറയും അല്ല ഭീമനാണ്. അങ്ങനെ പലരും അവരവർക്ക് ഇഷ്ടമുള്ള, എപ്പോഴും അങ്ങനെയല്ലേ നമ്മളൊരു ഫംഗ്ഷൻ കഴിയുമ്പോൾ പ്രോഗ്രാം മത്സരം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫാൻസ് അല്ലെ ഇന്നത്തെ ഫാൻസ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഫാൻസ് അവരുടെ ആരാധ്യ പുരുഷന്മാരെ പുകഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും എല്ലാം നമുക്ക് കാണാം. ഇന്നത്തെ കാലം നമ്മൾ കാണുന്നത് ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ആ ഒരു സന്ദർഭം കഴിഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരെല്ലാവരും ക്വാളിഫൈഡ് ആയി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ദ്രോണാചാര്യര് ഗുരുസഭയിലേക്ക് വരികയാണ്. എന്നിട്ട് ശിഷ്യന്മാരെല്ലാം കണ്ടിട്ട് പറയാണ്, എനിക്ക് ഒരു ഗുരുദക്ഷിണ വേണമല്ലോ, ഗുരുദക്ഷിണ വേണം, പ്രത്യേകിച്ച് ഒരു ഗുരുദക്ഷിണ വേണം. ശിഷ്യന്മാരെല്ലാം എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിൽക്കുമ്പോൾ എനിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ചെയ്തു തരേണ്ടതുണ്ട് എന്നവർ നിർത്തുകയാണ്. ശിഷ്യന്മാരെല്ലാം വളരെ ഭയഭക്തിയോടെ അവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. എന്താണ് ഗുരു ആവശ്യപ്പെടാൻ പോകുന്നത് നോക്കി നിൽക്കുക. അപ്പോൾ എന്താ പറയാ അർജുനൻ വന്ന് പറയും, അങ്ങയുടെ ആവശ്യം എന്തായാലും ഞാൻ നിറവേറ്റി തരാം എന്ന് പറഞ്ഞിട്ട്
അർജുനൻ മുമ്പോട്ട് വന്നു അത് ഏറ്റെടുക്കുക. അത് കേട്ടിട്ട് ആചാര്യന് വളരെയധികം സന്തോഷമാകുകയും അർജുനനെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സ്വന്തം ആവശ്യം അവിടെ പറയുകയാണ്, എന്താണ് വേണ്ടതെന്ന് പറയാണ്. ഇതിന്റെ മുമ്പത്തെ കഥ പറയും അല്ലെ. അദ്ദേഹത്തിനുണ്ട് അപമാനവും അവമാനത്തിന് പകരം വീട്ടാനായിട്ട് ഒരു കാര്യം എന്താണെന്നുള്ള അദ്ദേഹം അങ്ങനെ അന്വേഷിച്ച ഇവരുടെ ശിഷ്യത്തെ ഏറ്റെടുക്കുന്നതും ഇവരുടെ സംഭവം നടക്കുന്നത്. അദ്ദേഹം പറയും, എന്റെ സതീർത്ഥനായിരുന്ന ദ്രുപദൻ, പാഞ്ചാല രാജാവായിട്ടുള്ള ദ്രുപദൻ എന്നെ ഞാൻ അവമാനിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് അയാളെ രാജാവ് ആക്രമിച്ച് പിടിച്ചു കെട്ടി ജീവനോടെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം, കൊല്ലരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും ദ്രോണർ നയിക്കപ്പെടുന്ന ഒരു പടയുമായിട്ട് ഇവരിങ്ങനെ പട പോലെ ഇവർ പോവാണ് ശിഷ്യന്മാരുമായിട്ട്. പാഞ്ചാല രാജ്യം നോക്കി പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോ അർജുനൻ പറയും, ഗുരുവിനോട് വളരെ രസമായിട്ട് പറയും, അല്ലയോ ആചാര്യ, ഈ പാഞ്ചാലം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള രാജ്യമാണ് ദ്രുപദന്റെ രാജ്യം, ദ്രുപദ മഹാരാജാവ്. അതുകൊണ്ട് ഇവര് ഈ ദ്രുപദന് പ്രത്യേകത, ദ്രുപദന് കുരുവംശയുടെ ബന്ധമുള്ള ആളും കൂടിയാണ്, ബന്ധുക്കളാണ്. ഇത് കണ്ടിട്ട് ആദ്യം തന്നെ അർജുനൻ പറയും, ഗുരുദേവ, ഞാൻ ഈ ദ്രുപദനെ പിടിച്ചേട്ടി തരാം, കൗരവരെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് കൗരവർ ആദ്യം പോട്ടെ, അവര് വളരുമ്പോ ഞാൻ ഇറങ്ങിക്കൊള്ളാന്ന്, ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്റെ സഹോദരന്മാരുടെ സഹായത്തോട് ഞാൻ അങ്ങേക്ക് അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് ഗുരു ആദ്യം കൗരവരെ, ദ്രുപദൻ തന്റെ സഹോദരന്മാരുമായിട്ടുള്ള ആക്രമണം കഴിച്ചു കൊടുക്കും. ഇത് കാണുമ്പോ കൗരവരോട് ശരിക്കും ഭയന്നു പോകും. കാരണം ഇവരായിരിക്കും ദ്രുപദൻ എന്താ ഒരു 10-500 ദ്രുപദന്മാര് ഇങ്ങനെ യുദ്ധക്കളത്തിൽ പാഞ്ഞു നടക്കുമ്പോൾ ഇവിടെ തോന്നുകയാണ്, ഒന്നല്ല ഒരുപാട് ദ്രുപദന്മാരുണ്ടോ എന്ന് തോന്നിപ്പോകരുത്. അങ്ങനത്തെ ഒരു പിന്നലാക്രമണം നടത്തുകയാണ് ഈ ദ്രുപദൻ. ഇത് കണ്ട് ഭയചിതരായിട്ട് കൗരവർ 4 പാട് ഓടുകയാണ്, അതായത് ധൃതരാഷ്ട്രപുത്രന്മാർ ഓടുകയാണ്. ഇത് കഴിയുമ്പോൾ അർജുനൻ നേരത്തെ പറഞ്ഞ പോലെ, ഗുരുദേവ ഞാൻ ഇനി നോക്കട്ടെ എന്നുള്ള പറഞ്ഞിട്ട് അർജുനൻ രഥത്തിൽ പോവുകയും നകുല സഹദേവന്മാര് അർജുനന്റെ രഥത്തിന്റെ 2 വീലുകളെയും രഥചക്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും മുന്നിൽ ഭീമനും പുറകിൽ യുധിഷ്ഠിരനുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകണവര്. അങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഭീമന്റെ പണി എന്ന് വെച്ചാൽ ആനപ്പടി ആക്രമിക്കുകയാണ്. ആനയൊക്കെ തൂക്കിയെടുത്തങ്ങ് എറിയും, അടിച്ചു കൊല്ലുന്ന അങ്ങനത്തെ പല വിക്രികളും ഭീമൻ അവിടെ കാണിക്കും, ഭീമ പരാക്രമം കാണിക്കും അവിടെ. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ദ്രുപദന്റെ പൊടി, വില്ല് ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിക്കും, ആദ്യം അമ്പെയ്ത് പൊട്ടിക്കും, നശിപ്പിക്കും, എന്താ പറയുക, പൊടിക്കും, ബ്രേക്ക് ചെയ്യും. ഇത് കഴിയുമ്പോൾ അദ്ദേഹം ദ്രുപദന്റെ രഥത്തിന്റെ വീല് തകർക്കും, എന്നിട്ട് സാരഥിയും കൊല്ലും, കുതിരയും കൊല്ലും. അപ്പോ ആദ്യം ആനപ്പുറത്താണ് ദ്രുപദൻ ഇരിക്കുന്നത്, ആനപ്പുറത്ത് നിന്ന് ദ്രുപദൻ താഴെ വീഴും. അത്രയും വളരെയധികം അദ്ദേഹം കഷ്ടപ്പെട്ട് രഥത്തിൽ കയറുമ്പോൾ ആണ് അർജുനൻ വീണ്ടും രഥത്തിന്റെ കൊടി പൊട്ടിക്കും, വില്ല് പൊട്ടിക്കും, രഥത്തിന്റെ വിൽ ചക്രം നശിപ്പിക്കും, കുതിരയെ കൊല്ലും, സാരഥിയും കൊല്ലും. അപ്പം തീർച്ചയായിട്ടും ദ്രുപദന് ഇതിന്ന് പുറത്ത് താഴോട്ട് ഇറങ്ങിയേ പറ്റൂ, അടുത്ത ഓപ്ഷൻ നോക്കണേ താഴോട്ട് ഇറങ്ങിയേ പറ്റും. ആ സാഹചര്യത്തിൽ അർജുനൻ എന്ത് വെച്ചാൽ ദ്രുപദനെ പിടിച്ചു കെട്ടി സ്വന്തം ഗുരുവിന് കൊണ്ട് സമർപ്പിക്കും. ഇത്രയാവുമ്പോ ദ്രോണർക്ക് വളരെയധികം സന്തോഷം, അർജുനോട് വളരെയധികം ഒരു ആൾറെഡി അദ്ദേഹത്തിന് സ്നേഹവും ഭയങ്കര എന്താ പറയാ, വളരെയധികം എന്താ പറയാ, അത്യധികം ഒരു വാത്സല്യമൊക്കെയുള്ള വ്യക്തിയാണ് ഈ അർജുനൻ. എങ്കിലും വളരെയധികം 10 മടങ്ങ് 1000 മടങ്ങ് ആ വാത്സല്യം വർദ്ധിക്കും. എന്നിട്ട് ദ്രുപദനോട് ചോദിക്കും, എന്നെ മനസ്സിലായോ, ഞാൻ ഇങ്ങനെയുള്ളൊരു കഥയൊക്കെ പറയാൻ മനസ്സിലാവും, ഞാൻ ഇത് മനസ്സിലാവും, ഇദ്ദേഹത്തിന്റെ സതീർത്ഥനായിരുന്നു, ശരി കുഴപ്പമില്ല, ഇത്രയൊക്കെയായി, എനിക്ക് വേണ്ടത് ഇനി വീണ്ടും നമ്മൾ തമ്മിലൊരു സൗഹൃദമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ദ്രുപദൻ സമ്മതിച്ച്, പക്ഷെ ഒരു കണ്ടീഷൻ, ഉത്തരപാഞ്ചാലം അതെനിക്ക് വേണം, അതായത് പാഞ്ചാല രാജ്യം പകുതി എനിക്കും പകുതി നിനക്കും, അങ്ങനെ ഭരിച്ചാൽ മതി, ഇനി ഉത്തരപാഞ്ചാലം എനിക്കും ദക്ഷിണ പാഞ്ചാലം എന്ന് പറഞ്ഞിട്ട് ഒരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഉടമ്പടി ഉണ്ടെങ്കിൽ സൗഹൃദത്തിൽ പിരിയുമെങ്കിലും എന്നിട്ട് ആ ഉത്തരപാഞ്ചാലമാണ് ദ്രോണാചാര്യർ ആർക്ക് കൊടുക്കുന്നത്, ആരെങ്കിലും പറയാമോ? ദ്രോണർ കിട്ടിയ രാജ്യം എന്ത് ചെയ്യും? പകുതി രാജ്യം പാഞ്ചാലത്തിന്റെ ഉത്തരപാഞ്ചാലം എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കും? ഹരേ കൃഷ്ണ, ഞാൻ തന്നെ പറയാം, സ്വന്തം പുത്രന് കൊടുക്കും. അങ്ങനെ അഹിചിത്രം എന്നാണ് പാഞ്ചാലത്തിന്റെ അന്നത്തെ തലസ്ഥാനം. ആ അഹിചിത്രത്തിലേക്ക് ദ്രോണര് ആസ്ഥാനമാക്കി മാറ്റുകയും ദക്ഷിണ പാഞ്ചാലം ദ്രുപദം ഭരിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ ആണെങ്കിലും ഈ ഒരു ഇങ്ങനെയൊക്കെ നല്ല രീതി പിരിഞ്ഞെങ്കിലും
ദ്രൗപദന് സ്വന്തം രാജ്യത്തിന് പകുതിയെ കൊണ്ടുപോയത് അല്ലേ? അതിന് ഈ ഒരു എന്താ പറയാ, ആ ഒരു നഷ്ടവും വലിയ നഷ്ടവും അവമാനവും ഒക്കെയാണ് വന്നത്. അതിന് പകരം വീട്ടാനായിട്ട് അദ്ദേഹം പല വഴികളും ആലോചിക്കുകയും മനസ്സിങ്ങനെ നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോഴവിടെ സന്ധി സംഭാഷണം നടത്തി പോയെങ്കിലും ഇതിന് പകരം വീട്ടണം, ഈ ദ്രോണര് ഞാനൊരു പകരം വീട്ടും, ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ ദ്രുപദർക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. നമുക്കിവിടെ ഇന്നത്തേക്ക് ഇവിടെ നമുക്ക് നിർത്താം. കാരണം ഇനി അടുത്തതിലോട്ട് പോയി നമുക്ക് സമയത്തിന് നിർത്താൻ പറ്റില്ല. അടുത്ത ക്ലാസ് 7 മണിക്ക് തുടങ്ങേണ്ടതുണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ